Good afternoon to all. Voice and PPT clear അല്ലേ? Voice screen okay അല്ലേ? Okay. So by that time, let's discuss this question. Okay. Series exam question. What is the need for system calls? Okay. Actually, what is the need means you have to specify it is an interface. Okay. It is an interface to between OS and user. Okay. OS and kernel part. പുറത്ത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യുക, യു ക്യാൻ ഡ്രോ ദ ഫിഗർ, ആ ഇന്റർഫേസ് കാണിക്കുന്ന ഫിഗർ ഉണ്ടാവും. ദാറ്റ് ഓൾസോ ഇവൻ ദോ ഇറ്റ് ഈസ് ഫോർ 3 marks. ഓക്കെ, കുറേ തിയറി എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡ്രോ ദ ഫിഗർ ഓൾസോ. ഓക്കെ, സോ ജസ്റ്റ് നീഡ് എന്താണെന്ന് എഴുതുക, ഇറ്റ്സ് ഫങ്ഷനാലിറ്റി സിസ്റ്റം കോൾസിന്റെ. അല്ലെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ്, കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ ടൈപ്പ് സിസ്റ്റം കോൾസ്. സോ ദർ ആർ such and such system calls are there. നീഡ് എന്താണ്, ഇറ്റ് ആക്ട് as an interface ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഇന്റർഫേസിന്റെ ഫിഗർ അവിടെ വരച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 3 marks ആണെങ്കിലും ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ഡിസ്ക്രൈബ്, ജസ്റ്റ് പോയിന്റ് ഔട്ട് ഓൾ ദ ഫങ്ഷൻസ് ഓർ മിനിമം 6 functions വിത്തിൻ 2 lines. ഓക്കെ, ഒരു 2 or 3 ലൈൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മിനിമം 6 points എങ്കിലും കൊടുക്കണം. ഓക്കെ, ഞാൻ ദിസ് ടൈം അങ്ങനെ മാർക്കൊന്നും കുറച്ചിട്ടില്ല. 3 marks ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചിട്ട് കുറെ പേര് 3 points 3 functions മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. സോ ഒരു 3 marks ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ യു ഗീവ് 6 functions അറ്റ്ലീസ്റ്റ്. 6 functions കൊടുക്കുക. അത് ഫുൾ ഡിസ്ക്രിപ്ഷൻ വേണ്ട, ജസ്റ്റ് ഒരു 2 line ഡിസ്ക്രിപ്ഷൻ ഇസ് ഇനഫ്. ഈച്ച് ഫംഗ്ഷൻ 2 line ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ദെൻ മൈക്രോ കേർണൽ അപ്രോച്ച്. മൈക്രോ കേർണൽ എന്താണ് കൊണ്ടുവന്നു, കേർണലിനെ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് മൈക്രോ ആക്കി കൊണ്ടുവന്നു. സോ മൈക്രോ കേർണലിന്റെ ഒരു 3 to 4 lines എഴുതുക. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡ്രോ ദ ഫിഗർ. ഓക്കെ, ഫിഗറിന് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതൊരു തിയറി പേപ്പർ ആണെന്ന് ചോദിച്ചാൽ തിയറി ആണ്, പ്ലസ് പ്രോബ്ലം ഉണ്ട്. ബട്ട് ഫിഗറിന് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ബിക്കോസ് ദിസ് ഇസ് ദ കോർ പേപ്പർ. ഓക്കെ, സോ മൈക്രോ കേർണലിന്റെ ജസ്റ്റ് ഒരു എന്താണ് മൈക്രോ കേർണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കൊടുക്കുക. മെസ്സേജ് പാസിംഗ് ഈസ് ദെയർ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഒരു ഫിഗർ വരച്ചു കൊടുക്കുക. ദെൻ ഷെഡ്യൂളേഴ്സ് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. കുറച്ച് പേര് ഡിസ്പാച്ചർ CPU ഷെഡ്യൂളറിന്റെ ഒരു മോഡ്യൂളാണ് ഡിസ്പാച്ചർ, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂളേഴ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം, അതാണ് ഷെഡ്യൂളേഴ്സ്. ഓക്കെ, ലോങ് ടേം, ദെൻ CPU ഷെഡ്യൂളർ, CPU അല്ലെങ്കിൽ ഷോർട്ട് ടേം, ദെൻ മീഡിയം ടേം ഷെഡ്യൂളർ. ദാറ്റ് ആർ ദ 3 types ഓഫ് ഷെഡ്യൂളേഴ്സ്. ഓക്കെ, കുറച്ച് പേർക്ക് അത് കൺഫ്യൂഷൻ വന്നിട്ട് യു ഹാവ് റിട്ടേൺ പ്രീംറ്റീവ്, നോൺ പ്രീംറ്റീവ് കേസ്, ഡിസ്പാച്ചർ, അതൊക്കെയാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഓൾ കംസ് അണ്ടർ CPU ഷെഡ്യൂളർ. ഓക്കെ, CPU ആണ് ഡിസൈഡ് ചെയ്യുന്നത് വെദർ ഇറ്റ് ഇസ് പ്രീംറ്റീവ് ഓർ നോൺ പ്രീംറ്റീവ് ആൻഡ് ഓൾ. ഓക്കെ, ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം. Then what is process cooperation? Process cooperation എന്താണ്? That is, they are sharing their data or they are dependent on some other process. Okay, അതിന്റെ ബെനിഫിറ്റ്സ് എഴുതുക. Then ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ കൃത്യമായിട്ട് ആ 5 points ലിസ്റ്റ് ചെയ്ത് എഴുതുക. അത് നോർമലി എല്ലാവരും എഴുതിയിട്ടുണ്ട്. Okay, that is the first part. And second part, monolithic, module and layered. So അത് ഓരോന്നും എന്താണ്, ഡിസ്ക്രിപ്ഷൻ പ്ലസ് ഫിഗർ, അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ പ്ലസ് ഫിഗർ ആണ് വരിക. ഓക്കെ, ഫിഗർ വരക്കണം. ദെൻ 6 marks ഫോർ ബൂട്ടിംഗ് ഉള്ളത് നിങ്ങൾ കുറേ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാലും മതി. കുറേ തിയറി ആയിട്ട് എഴുതിയിട്ടുണ്ട്. 6 marks ആണ്. പോയിന്റ് വൈസ് ആക്കിയിട്ടും എഴുതാം, തിയറി ആക്കിയിട്ടും എഴുതാം. ആൻഡ് ബെറ്റർ യു ഡ്രോ ദ ഫിഗർ ഓൾസോ. ഒരു സ്മോൾ എന്താ പറയുക, ഫ്ലോ ചാർട്ട് പോലത്തെ ഒരു സ്മോൾ ഡയഗ്രാം ഉണ്ടായിരുന്നു, അത് വരച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ്. ദിസ് ടൈം ഞാൻ അങ്ങനെ മാർക്ക് കുറച്ചിട്ടില്ല, പക്ഷെ എങ്ങനെ എക്സാം എഴുതണം, ഓക്കെ, ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ഹൗ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിംഗിൾ ആൻഡ് മൾട്ടി പ്രോസസ്സർ. അത് നിങ്ങൾക്ക് ടേബിൾ വൈസ് ആക്കിയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. മൾട്ടി പ്രോസസ്സറിൽ തന്നെ നിങ്ങൾക്ക് സിമെട്രിക് ആൻഡ് അസിമെട്രിക് പറയാം, അതിന്റെ ഫിഗർ ഉണ്ട്. ഓക്കെ, കുറേ ഡിസ്ക്രിപ്ഷൻ വേണമെന്നില്ല, ഫിഗേഴ്സും കൂടി ആവുമ്പോൾ അത്യാവശ്യം 6 marks ഉണ്ടാവും. ഓക്കെ, ദെൻ ഫോർക്ക് സിസ്റ്റം കോൾ എന്താണ്? ഇഫ് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ആ ഫോർക്ക് ക്രിയേറ്റ് ചെയ്യണ സിൻടാക്സ് അറിയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഹൗ ടു ക്രിയേറ്റ് PID ഈക്വൽ ടു ഫോർക്ക് ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലേ, അത് ആരും എഴുതിയിട്ടില്ല. PID ഈക്വൽ ടു ഫോർക്ക് ഓഫ് എന്ന് പറഞ്ഞ് ജനറേറ്റ് ചെയ്യുന്നത്. യു ഹാവ് റിട്ടേൺ ദ വാല്യൂസ്, നെഗറ്റീവ് ആകുമ്പോൾ എന്താണ്, പോസിറ്റീവ് ആകുമ്പോൾ എന്താണ് എന്നുള്ളത് യു ഹാവ് റിട്ടേൺ.
ജസ്റ്റ് ആ ഒരു സിൻടാക്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് ആൻഡ് ദ ഫിഗർ ഓൾസോ. ഓക്കെ, അതിനൊരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്സ്. ദെൻ പിയർ ടു പിയർ കമ്പ്യൂട്ടിംഗ്, തിയറി പ്ലസ് ഫിഗർ എല്ലാവരും എഴുതിയിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. പിയർ ടു പിയർ കമ്പ്യൂട്ടിംഗ്. ദെൻ PCB ഡിസ്ക്രിപ്ഷൻ പ്ലസ് ഫിഗർ, ആ ഒരു ടേബിൾ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മാത്രം മതി, ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി വേണ്ട, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക. ദെൻ ഡ്രോ ദ ഫിഗർ. ദെൻ എന്താണ് ഗാൻ ചാർട്ട്. ഓക്കെ, ഇതിന്റെ എങ്ങനെയാ വരുന്നത് വെച്ചാൽ ഗാൻ ചാർട്ട് 2 മാർക്സ്, ദ ടേബിൾ ഡ്രോയിങ് ദ ടേബിൾ 2 മാർക്സ്, ദെൻ ഫൈനൽ റിസൾട്ട് 2 മാർക്സ്. കുറെ പേർക്ക് ഫൈനൽ റിസൾട്ടിൽ കമ്പ്യൂട്ടേഷനിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് നിങ്ങൾ വെയിറ്റിംഗ് ടൈം കാണാൻ പറഞ്ഞാൽ, ഓക്കെ വെയിറ്റിംഗ് ടൈം മാത്രം ചോദിച്ചാൽ നിങ്ങൾക്ക് ടേൺ എഴുതി വെക്കാം. ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല. സംടൈംസ് ബോത്ത് വിൽ ബി ആസ്ക്ഡ് ഇൻ ക്വസ്റ്റ്യൻ ഓർ ആവറേജ് ടൈം. സോ ആവറേജ് ടൈം ചോദിക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇവിടെ ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പ്രോസസ്. ഇവിടെ 4 പ്രോസസ്സാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ വെയിറ്റിംഗ് ടൈം ഡിവൈഡഡ് ബൈ 4 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് പേര് ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ആൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. ഓക്കെ, യു ഹാവ് ടു ഡിവൈഡ് ദ ടോട്ടൽ ആവറേജ് ടോട്ടൽ ടേൺ അറൌണ്ട് ടൈം ആൻഡ് ടോട്ടൽ വെയിറ്റിംഗ് ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സസ് ഇൻ ദ ക്വസ്റ്റ്യൻ. എത്ര പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്? 4. സോ യു ഹാവ് ടു ഡിവൈഡഡ് ബൈ ദ 4 വാല്യൂ. കുറെ പേര് 3, കുറെ പേര് 2 ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഗാൻ ചാർട്ട് മാത്രം വരച്ചിട്ട് there is no table, calculation table illa, only the final result, and the final result is actually wrong, but ഒരിക്കലും ടേബിൾ വരക്കാതെ കാൽക്കുലേറ്റ് ചെയ്യാതെ you won't get the final result. Okay, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ that will be considered as copied in university. Okay, so calculation അവിടെ മാർക്ക് ഉണ്ട്, tabular Gantt chart will carry the mark, table will carry the mark, and the final result will carry the mark. Okay, അപ്പോൾ FCFS then priority scheduling ആരും കറക്റ്റ് ആക്കിയിട്ടില്ല. 1 or 2 students have attempted it, okay, but it is not Gantt chart complete ആയിട്ടില്ല. Okay, so many of the students have done the priority schedule. This ഈ ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും എഴുതിയത്, അതിൽ FCS ഓൾമോസ്റ്റ് എല്ലാവരുടെയും കറക്റ്റ് ആണ്. ഓക്കെ, അതിൽ കുറച്ച് കാൽക്കുലേഷൻ മിസ്റ്റേക്സ് വന്നവരുണ്ട്. ദെൻ പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ ആക്ച്വലി എന്താണ്, യു ഹാവ് സ്റ്റാർട്ടഡ് ദ പ്രോസസ് വിത്ത് P2. ഒരിക്കലും P2 വെച്ച് തുടങ്ങരുത്, ബിക്കോസ് ദ അറൈവൽ ടൈം ഓഫ് P2 ഈസ് 2 millisecond. Okay, even though P2 is the highest priority process, its arrival time is only 2 millisecond. So you cannot start with P2 itself, and it is a preemptive one, and you have to preempt it at 2 millisecond. Okay, P1 വെച്ച് തന്നെ തുടങ്ങണം, but P1 എത്ര വരെ പോകണം? പ്രയോറിറ്റി തേർഡ് പ്രയോറിറ്റി ആണ്. ഓക്കെ, 2 millisecond P1 വർക്ക് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് P2 can do the operation. കാരണം ആര് വരുന്നുള്ളൂ? P2, the highest one വരുന്നുള്ളൂ. So that we will discuss it. Okay, so അത് ഒന്നും കൂടെ ചെയ്ത് നോക്കുക, എല്ലാവരുടെയും മിസ്റ്റേക്ക് ആണ്. Then process states diagram ആണ്, and you have to write the 5 states in one the same problem. Okay, so ഇതാരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, എല്ലാവരും 9th ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അതിൽ പ്രയോറിറ്റി എല്ലാവർക്കും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മിസ്റ്റേക്ക് വന്നത് എന്താ വെച്ചാൽ P2 വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. P2 വെച്ച് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. അറൈവൽ ടൈം ചെക്ക് ചെയ്യണമല്ലോ. ഓൾവേസ് അറൈവൽ ടൈം 0 തന്നെയാണ് പ്രിഫറൻസ് വരിക, ഈവൻ ദോ ഇറ്റ്സ് പ്രയോറിറ്റി ഈസ് ലെസ്. ഓക്കെ, ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ റെമഡിയൽ സെഷൻ. ഓക്കെ, ക്ലാസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയത്? ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് നോക്കിയത്. ഓക്കെ, ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, എന്തായിരുന്നു ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ സൊല്യൂഷൻ. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ്വെയർ സൊല്യൂഷൻ ആണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ലോക്ക് വെച്ചിട്ടാണ് ചെയ്യുക. ലോക്കിൽ നമുക്ക് എന്താണുള്ളത്? ലോക്ക് ആദ്യം അക്വയർ ചെയ്യണം. ദെൻ യു ക്യാൻ എൻ്റർ ദ ഫിനിഷ് ദ ടാസ്ക്, യു ക്യാൻ റിലീസ് ദ ലോക്ക്. ഓക്കെ, ആദ്യം ഒരു പ്രോസസ്സ് ലോക്ക് അക്വയർ ചെയ്യും. അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ, ആൻഡ് ആഫ്റ്റർ ഇറ്റ് കംപ്ലീറ്റഡ് ദ ഓപ്പറേഷൻ ഇറ്റ് ക്യാൻ റിലീസ് ദ ലോക്ക്. ഇതാണ് ടെക്നിക്. സോ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുക? ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ് വിൽ റിട്ടേൺ എ ബൂളിയൻ വാല്യൂ. ഒരു ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ റിട്ടേൺ ചെയ്യും. എന്താ ചെയ്യണേ? ഇറ്റ് വിൽ ആക്സെപ്റ്റ് എ ബൂളിയൻ വാല്യൂ
ടാർഗറ്റ് എന്ന് പറഞ്ഞ പോയിന്ററിലാണ് ഉള്ളത്. ആ ടാർഗറ്റിന്റെ വാല്യൂ, അതായത് ഇവിടെ വന്നിട്ടുള്ള വാല്യൂ ആർ വിയിലോട്ട് സേവ് ചെയ്യും, ഒരു ബൂലിയൻ വാല്യൂ ആർ വിയിലോട്ട് സേവ് ചെയ്യും. ആൻഡ് ദ ടാർഗറ്റ് വാല്യൂ ഇസ് അപ്ഡേറ്റഡ് ടു ട്രൂ. ഇവിടെ എന്ത് വാല്യൂ വന്നോട്ടെ ടാർഗറ്റ് വാല്യൂ എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യും? ട്രൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ആൻഡ് യു ഹാവ് ടു റിട്ടേൺ ദ ആർ വി. ആർ വിയിൽ നിങ്ങൾ പഴയ വാല്യൂ, ഫസ്റ്റ് ഓഫ് ഓൾ വന്ന വാല്യൂ ആണ് ആർ വിയിൽ ഉള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ടാർഗറ്റ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്തു ട്രൂ ആക്കിയിട്ട്. ആൻഡ് ദ ഓൾഡ് വാല്യൂ, ടാർഗറ്റിന്റെ ഓൾഡ് വാല്യൂ ആർ വിയിൽ ഉണ്ട്, ദാറ്റ് ഇസ് റിട്ടേൺഡ്. ഇത്രേ ചെയ്യുന്നുള്ളൂ. ടെസ്റ്റ് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലോക്കിന്റെ വാല്യൂ 1 ആക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. സപ്പോസ് ഇനീഷ്യലി ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്, ഷെയർഡ് വേരിയബിൾ ആണ്. ഓക്കെ, ദാറ്റ് വാല്യൂ ഇസ് ഫാൾസ്. ഇനീഷ്യലി ഫാൾസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രോസസ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ പ്രോസസ്സ് കയറാൻ പോവാണ്, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണം. ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യും? ആ പ്രോസസ്സ് ഡു വൈൽ ലൂപ്പിൽ കയറും. ഓക്കെ, ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ആൻഡ് ലോക്കിന്റെ അഡ്രസ്, ലോക്ക് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ ഫോൾസ് ആണ്. ഓക്കെ, ഫോൾസ് ആണ് ഇനീഷ്യലി. ആൻഡ് ദാറ്റ് വാരിയബിൾ, ലോക്ക് എന്ന് പറഞ്ഞ വാരിയബിൾ പാസ് ചെയ്യണത് റെഫറൻസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ടെസ്റ്റ് ആൻഡ് സെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് പോയിന്റർ ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പോയിന്റർ ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പാസ് ചെയ്യേണ്ടത് അഡ്രസ് ലോക്ക്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണേ? ശരിക്കും പറഞ്ഞാൽ ലോക്കിന്റെ വാല്യൂ ഫോൾസ് ആണ്. ആ ഫോൾസ് വാല്യൂ ആണ് ശരിക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പാസ് ചെയ്തു. ടെസ്റ്റ് ആൻഡ് സെറ്റിൽ എന്ത് വന്നു? വാല്യൂ ഫോൾസ് എന്ന് വന്നു. ആൻഡ് ദാറ്റ് ഫോൾസ്, ആ വാല്യൂ സ്റ്റാർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാർഗറ്റ് ആണ് ലോക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, പോയിന്റർ ആണ്. ഓക്കെ, അവിടുന്ന് ലോക്ക് എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഫോൾസ് എന്നാണ് അതിന്റെ വാല്യൂ. ആൻഡ് ലോക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് പോയിന്റർ ആണ്? ടാർഗറ്റ് എന്ന് പറഞ്ഞ പോയിന്റർ. ഓക്കെ, ഇനി ആ ലോക്ക്, അപ്പൊ ടാർഗറ്റ് എന്ന് പറഞ്ഞ ലോക്കിനെയാണ്, ടാർഗറ്റിലുള്ള വാല്യൂ ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ ആർ വിയിലോട്ട് സേവ് ചെയ്തു. ഓക്കെ, ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ ആർ വിയിലോട്ട് സേവ് ചെയ്തു. അപ്പൊ ആർ വിയിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ടാർഗറ്റിനെ അപ്ഡേറ്റ് ചെയ്തു. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു ടാർഗറ്റ് എന്ന് പറയുന്നത് പോയിന്റർ ആണ്, ലോക്കിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ലോക്ക് എന്താക്കി മാറ്റി? ട്രൂ ആക്കി മാറ്റി, സെറ്റ് ചെയ്തു ലോക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? റിട്ടേൺ ആർ വി. ആർ വിയിൽ ഓൾറെഡി ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് വെച്ചിട്ടുള്ളത്. ആ ഫോൾസ് ആണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ റീജിയനിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ലോക്ക് എന്തായിരിക്കണം? ഫോൾസ് ആയിരിക്കണം. ഫോൾസ് ആക്കി കഴിഞ്ഞിട്ട് ദേ വിൽ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ലോക്ക് എന്ത് ചെയ്യണം? 1 ആക്കണം. ദാറ്റ് ഈസ് യു ഹാവ് ടു ലോക്ക് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ബൈ സെറ്റിംഗ് 1. അതാണ് ഇവിടെ ചെയ്യുന്നത്. 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ ലീവ് ചെയ്യുമ്പോൾ അത് അഗെയിൻ ഫോൾസ് ആക്കും. ഓക്കെ, അപ്പോ നോക്കൂ, കോഡിൽ ഇവിടെ നിങ്ങൾ ഫോൾസ്, ഫസ്റ്റ് ടൈം ഫോൾസ് ആണ് റിട്ടേൺ ആവുന്നത്. ഓക്കെ, ഫോൾസ് റിട്ടേൺ ആവുക എന്ന് പറഞ്ഞാൽ ഈ വൈൽ ലൂപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് വൈൽ ലൂപ്പിന്റെ റിട്ടേൺ വാല്യൂ ഫോൾസ് ആണ്. ഓക്കെ, വൈൽ ഫോൾസ് മീൻസ് യു ഹാവ് ടു എക്സിറ്റ് ഫ്രം ദ വൈൽ ലൂപ്പ്. ഓക്കെ, ഈ ടെസ്റ്റ് ആൻഡ് സെറ്റിന്റെ റിസൾട്ട് ഫോൾസ് ആണ്. ഇപ്പോൾ വൈൽ എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ലൂപ്പാണ്. ദാറ്റ് ഈസ് ഒരു സെമി കോളൻ ഉണ്ട്. സി, സെമി കോളൻ ഉണ്ട്. ഓക്കെ, സെമി കോളൻ ഇൻഡെഫിനിറ്റ് ലൂപ്പാണ്. സോ ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പൊ ഫോൾസ് ആക്കിയിട്ട് കിട്ടി. വൈൽ ഫോൾസ് മീൻസ് യു ഷുഡ് നോട്ട് എക്സിക്യൂട്ട് ദ വൈൽ ലൂപ്പ്. എന്ത് ചെയ്യുക? നേരെ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറാം. അതായത് ഫസ്റ്റ് പ്രോസസ് എന്ത് ചെയ്തു? ലോക്കിന്റെ വാല്യൂ ചെക്ക് ചെയ്തു, ഫോൾസ് ആണ്. സോ ഇറ്റ് എൻറ്റേഴ്സ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. എന്നിട്ടോ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുമ്പം എന്താ ചെയ്യുന്നത്? അവരവരുടെ ടാസ്ക് ചെയ്യും. ആ സമയത്ത് ഈ ലൂപ്പ് എന്തായിട്ടുണ്ട്? ലോക്കിന്റെ വാല്യൂ ട്രൂ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുമ്പം അയാൾ എന്താ ചെയ്യുന്നത്? ലോക്കിന്റെ വാല്യൂ ട്രൂ ആക്കി സെറ്റ് ചെയ്യും, അതായത് 1 ആക്കി സെറ്റ് ചെയ്യും. എന്ന് വെച്ചാല് നോ അതർ പ്രോസസ് ഷുഡ് എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. 1 മീൻസ് നോ വൺ ഷുഡ് എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അതാണ് ഈ കോഡ് ചെയ്യുന്നത്. ഇറ്റ് റിട്ടേൺസ് ദ ഒറിജിനൽ വാല്യൂ. ഇവിടെ വന്ന വാല്യൂ എന്താണോ അത് തന്നെ റിട്ടേൺ ചെയ്യുക. പക്ഷെ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ടാർഗറ്റ് മീൻസ് ലോക്ക് ആണ്. ഓക്കെ, ലോക്കിന്റെ വാല്യൂ ട്രൂ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് വെൻ ദേ ആർ ലീവിംഗ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ലോക്ക് ഈക്വൽ ടു എന്താക്കും? ഫോൾസ് ആക്കും. ഓക്കെ, എന്നിട്ട് ലീവ് ചെയ്യും. അപ്പൊ ലോക്ക് ഫോൾസ് ആയി കഴിഞ്ഞാൽ അനദർ പ്രോസസ് ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ഇതാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ ലെവൽ ഇൻസ്ട്രക്ഷൻ ഫോർ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം.
ലോക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഷെയർഡ് വേരിയബിൾ ആൻഡ് ഇറ്റ് ഈസ് ഇനീഷ്യലൈസ്ഡ് ടു ഫോൾസ് ഇനീഷ്യലി. ഇപ്പോൾ ഒരു പ്രോസസ് എന്ത് ചെയ്യും? ടെസ്റ്റ് ആൻഡ് സെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യും വിത്ത് ദ ലോക്ക് വാല്യൂ ഫോൾസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോൾസ് ആയിരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവരെന്താ ചെയ്യണത്? അവർ ആ ലോക്കിനെ എടുത്തിട്ട് ആ ലോക്കിനെ എന്താക്കി മാറ്റും? ട്രൂ ആക്കി മാറ്റും. ദാറ്റ് ഈസ് ദേ ആർ ഗോയിങ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. സോ ലോക്ക് ഷുഡ് ബി 1. ഓക്കെ, എന്നിട്ട് ഇനീഷ്യലി എന്താണ് ആർവിയുടെ വാല്യൂ അവർ റിട്ടേൺ ചെയ്യും. ആർവിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോൾസ് ആണ്, അത് റിട്ടേൺ ചെയ്യും. എന്തിനാണ് റിട്ടേൺ ചെയ്യുന്നത്? എന്നാൽ മാത്രമേ അവർക്ക് വൈൽ ലൂപ്പ് എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, ദേ ഹാവ് ടു എക്സിറ്റ് ദ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ലൂപ്പാണ്, കറങ്ങിക്കൊണ്ട് നിൽക്കുക ചെയ്യുക വൈൽ ലൂപ്പ്. കാരണം ഒരാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ വേറൊരു പ്രോസസ്സ് ഈ ഒരു ഫംഗ്ഷനെ ചെക്ക് ചെയ്യുമ്പം അവർക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് കറങ്ങാൻ പറ്റും. ദേ വോണ്ട് എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അവർ ഇവിടെ കറങ്ങും. കാരണം എന്താ അറിയോ? ലോക്കിന്റെ വാല്യൂ ട്രൂ ആയിട്ടാണ് അവർക്ക് കിട്ടുക. ലോക്ക് വാല്യൂ ട്രൂ ആയിട്ട് കിട്ടുമ്പം ദേ വിൽ മൂവ് ഇൻ എൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. എപ്പോഴാണോ ലോക്ക് ഫോൾസ് ആവുന്നത് ആ സമയത്ത് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഡെഫിനിറ്റിന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ, ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ ചെയ്യുന്നു, ലോക്ക് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ വേറൊരു പ്രോസസ്സ് ചെക്ക് ചെയ്യുമ്പം ദേ വിൽ ബി ഇൻ ലൂപ്പ്. ആൻഡ് എന്ത് ചെയ്യുക? ക്രിട്ടിക്കലിന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? ലോക്ക് ഫോൾസ് ആക്കി വെക്കുക. ദിസ് ഈസ് ദ ടെസ്റ്റ് ആൻഡ് സെറ്റ് കേസ്. ക്ലിയർ? നെക്സ്റ്റ് ഒരു കേസാണ് കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. ദിസ് ഇസ് ഓൾസോ എ ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇറ്റ് ആക്സെപ്റ്റ്സ് 3 വാല്യൂസ്. ഓക്കെ, ഇൻറ്റ് സ്റ്റാർ വാല്യൂ, ഇൻറ്റ് എക്സ്പെക്റ്റഡ്, ഇൻറ്റ് ന്യൂ വാല്യൂ. ഇങ്ങനെ ഒരു 3 വാല്യൂ വെച്ചിട്ട് ചെയ്യുന്നതാണ് കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. ഇതും ചെയ്യുന്നത് എന്താ? സെയിം ആണ്. ഓക്കെ, ഒരു ലോക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 0 ആയിരിക്കും, കയറി കഴിഞ്ഞാൽ 1 ആക്കും. ഓക്കെ, 1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ no other process can enter the critical section. Okay, and at last it will be lock will be 0. Lock 0 ആക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് പ്രോസസ്സിന് എൻ്റർ ചെയ്യാം. ഇത് തന്നെയാണ് കമ്പയർ ആൻഡ് സ്വാപ്പ്, ലൈക്ക് ടെസ്റ്റ് ആൻഡ് സെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ദ കോഡ് ഈസ് ലിറ്റിൽ ഡിഫറെന്റ്. സി, ഇവിടെയും ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഡിജർ വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് ഇനീഷ്യലൈസ്ഡ് ടു 0. ഓക്കെ, ഇനീഷ്യലി ലോക്കിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, വൈൽ നിങ്ങൾ അവിടെ എന്താ ചെയ്തത്? ടെസ്റ്റ് ആൻഡ് സെറ്റ് ആണ് ചെയ്തത് ഫംഗ്ഷൻ. ഇവിടെ എന്താ ചെയ്യുക? കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഓൾസോ എൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ് ആണ്. സെമി കോളൻ ഉണ്ട്, ഇൻഡെഫിനിറ്റ് ലൂപ്പ് ആണ്. എന്താ ചെയ്യണത്? യു ആർ പാസിംഗ് ദ ലോക്ക് വാല്യൂ. ലോക്ക് വാല്യൂ ഇനീഷ്യലി 0 ആണല്ലോ, പിന്നെ ഒരു 2 വാല്യൂയും കൂടെ പാസ് ചെയ്തു. ഓക്കെ, 0, 1 എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് ആണ് പാസ് ചെയ്യുക. ഓക്കെ, 3 വാല്യൂസ് പാസ് ചെയ്യും. എന്താ ഇവിടെ ചെക്ക് ചെയ്യണത്? നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 1. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 അല്ലെങ്കിൽ, അതായത് പിന്നെ ഒരു വാല്യൂ 1 ആണ്. ഓക്കെ, 0 അല്ലെങ്കിൽ, ഓക്കെ 0 അല്ലെങ്കിൽ യു ഹാവ് ടു റൺ ദിസ് ലൂപ്പ്. ഈ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും, ഇൻഡെഫിനിറ്റ് ലൂപ്പാണ്. ഓക്കെ, കറങ്ങിക്കൊണ്ട് നിൽക്കും. ദാറ്റ് ഈസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ വാല്യൂ നോട്ട് ഈക്വൽ ടു 1, ഈ ഫംഗ്ഷന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. അല്ലെങ്കിൽ യു ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് യു ക്യാൻ ലീവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ബൈ 0. ഓക്കെ, അപ്പൊ എന്താണ് ഈ കമ്പയർ ആൻഡ് സ്വാപ്പ് ചെയ്യുന്നത്? ഓക്കെ, ദേ ആർ ആക്സെപ്റ്റിംഗ് 3 ഡാറ്റ. ഒന്ന് ലോക്കിന്റെ വാല്യൂ, നെക്സ്റ്റ് 0, നെക്സ്റ്റ് 1. അവരെന്താ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ലോക്കിന്റെ വാല്യൂ, ഫസ്റ്റ് ലോക്ക് വാല്യൂ ഈസ് പാസ്ഡ് ടു ഈ വാല്യൂ. ഓക്കെ, ലോക്ക് വാല്യൂ എവിടെയാ പാസ് ചെയ്യുന്നത്? ഈ വാല്യൂ എന്ന് പറഞ്ഞ പോയിന്ററിൽ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പോയിന്റർ കോൺസെപ്റ്റ് ഒന്നും ഓർക്കണ്ട. ഈ ലോക്കിന്റെ വാല്യൂ എവിടെയാ ഉള്ളത്? ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ അവിടുന്ന് പാസ് ചെയ്ത് 0 എന്ന് പറഞ്ഞ വാല്യൂ എക്സ്പെക്റ്റഡിലുണ്ട്, 1 എന്ന് പറഞ്ഞ വാല്യൂ ന്യൂ വാല്യൂവിലുണ്ട്. ഓക്കെ, 3 ഡാറ്റയാണ്, ലോക്ക്, 0, 1. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യണത്? നിങ്ങളുടെ ലോക്കിന്റെ വാല്യൂ, ഇനീഷ്യലി ലോക്കിന്റെ വാല്യൂ 0 ആണ്, അത് എവിടെ വന്നു? ടെമ്പിലോട്ട് സേവ് ചെയ്തു. 0, സോ ഇറ്റ് ഈസ് സേവ്ഡ് ടു ടെമ്പ്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്തു ലോക്കിന്റെ വാല്യൂ, ലോക്ക് വാല്യൂ എന്താണ്? 0 ആണ് ഇനീഷ്യലി, അത് ഈക്വൽ ടു എക്സ്പെക്റ്റഡ്. ഓക്കെ, എക്സ്പെക്റ്റഡിന്റെ വാല്യൂ എന്താ? 0 ആണ്. ഓക്കെ, കാരണം എന്താ? നിങ്ങൾ പാസ് ചെയ്ത് നോക്കൂ, ഇനീഷ്യലി ലോക്കും 0 ആണ്, നിങ്ങൾ പാസ് ചെയ്ത വാല്യൂ എന്താണ്? 0 ആണ്, എക്സ്പെക്റ്റഡ് വാല്യൂ. ഓക്കെ, സോ കമ്പയർ ചെയ്തു,
ലോക്ക് വാല്യൂ ഈക്വൽ ടു എക്സ്പെക്റ്റഡ് വാല്യൂ ആണെങ്കിൽ ലോക്ക് വാല്യൂ എന്ത് ചെയ്യുക, ന്യൂ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ന്യൂ വാല്യൂ മീൻസ് 1. സി കണ്ടോ, മൂന്നാമത് നിങ്ങൾ പാസ് ചെയ്ത വാല്യൂ ആണ് 1. അതാണ് ഇവിടെ വെക്കുന്നത്. ഓക്കെ, എക്സ്പെക്റ്റഡ് വാല്യൂ ആണെങ്കിൽ ലോക്ക് വാല്യൂ ഷുഡ് ബി അപ്ഡേറ്റഡ് ടു ദ തേർഡ് വാല്യൂ. ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് റിട്ടേൺ ടെമ്പ്. ടെമ്പിൽ ഓൾറെഡി നിങ്ങൾ പഴയ വാല്യൂ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലോക്കിന്റെ 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, അത് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ആൻഡ് സെറ്റ് ചെയ്യുന്നത് പോലത്തെ ഇവിടെ ഒരു 3 ഡാറ്റേനെ വെച്ചിട്ട് അവർ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഡാറ്റയാണ് പാസ് ചെയ്യുക. ലോക്ക്, ദെൻ ഒരു 0 എന്ന് പറഞ്ഞ വാല്യൂ, 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ് എക്സ്പെക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു 1 എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്തു, ന്യൂ വാല്യൂ. സോ ഇവിടെ ടെമ്പിലോട്ട് എന്ത് കയറി, 0 എന്ന് പറഞ്ഞ് കയറി. 0 ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്തു, ട്രൂ ആണ്. ദെൻ ന്യൂ വാല്യൂ, ന്യൂ ലോക്കിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആക്കി സെറ്റ് ചെയ്തു. അതായത് ലോക്ക് 1 ആവുക എന്ന് പറഞ്ഞാൽ എന്താ, ആ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി ആൻഡ് ലോക്ക് എന്ത് ചെയ്തു, 1 ആക്കി. ഓക്കെ, എന്നിട്ട് എന്താ ഇവിടെ റിട്ടേൺ ചെയ്യണത്, റിട്ടേൺ ചെയ്യണ വാല്യൂ 0 ആണ്. ടെമ്പിന്റെ വാല്യൂ ഓൾറെഡി 0 ആണ്. ഓക്കെ, 0 റിട്ടേൺ ചെയ്യും. സോ ഇവിടെ 0 റിട്ടേൺ വന്നു കഴിഞ്ഞാൽ വൈലിന്റെ റിസൾട്ട് 0 ആണെങ്കിൽ 0 നോട്ട് ഈക്വൽ ടു 0 ചെക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ റിസൾട്ട് 0 ആണ്. 0 നോട്ട് ഈക്വൽ ടു 0 കണ്ടീഷൻ ഫാൾസ് ആണ്. 0 എന്ന് പറഞ്ഞ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്യും. ദാറ്റ് ഇസ് ഫാൾസ്, ആക്ച്വലി ഫാൾസ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും ആ പ്രോസസ്സ്. കാരണം വൈൽ ലൂപ്പ് തെറ്റി, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും, ലോക്ക് എന്താക്കി സെറ്റ് ചെയ്യും, 0 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അവര് ലീവ് ചെയ്യും ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോ ഈ P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇതൊക്കെ ചെയ്യുമ്പം സപ്പോസ് P2 എന്ത് ചെയ്യും, കമ്പയർ ഫംഗ്ഷൻ ചെയ്യും. ഓക്കെ, കയറാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ P2 കമ്പയർ ചെയ്യുമ്പം ദേ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1. കാരണം എന്താ, ലോക്കിന്റെ വാല്യൂ ഓൾറെഡി അവർ 1 ആക്കി വെച്ചിട്ടുണ്ട്. സോ 1ഉം 0ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 1ഉം 0ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അവർ ഈക്വൽ അല്ല. ഈക്വൽ അല്ലെങ്കിൽ എന്താണ് അർത്ഥം, ഇവിടെ റിട്ടേൺ ചെയ്യണ വാല്യൂ 1 ആണ്. കമ്പയർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക 1 ആണ്. 1 നോട്ട് ഈക്വൽ ടു 0 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോ ഈ രണ്ടാമത്തെ പ്രോസസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ഫോൾസ് ആണ്. 0 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റും. സപ്പോസ് നമ്മുടെ സിസ്റ്റത്തിൽ കുറെ പ്രോസസ് ഉണ്ടാവും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, കമ്പയറിന്റെ റിസൾട്ട് 1 ആയിരിക്കും. കമ്പയറിന്റെ റിസൾട്ട് ഓക്കെ, കാരണം എന്താ, ഫസ്റ്റ് ആള് ലോക്ക് 1 ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ലോക്ക് വാല്യൂ തന്നെയാണ് റിട്ടേൺ ചെയ്യുക ഇവിടെ. ഓക്കെ, അപ്പൊ 1 റിട്ടേൺ ചെയ്യുമ്പം ഈ വൈൽ കണ്ടീഷൻ ട്രൂ ആവും അവർക്ക്. സോ വൈൽ ട്രൂ ആയി കഴിഞ്ഞാൽ ദേ വിൽ റൺ ദ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. അവരിങ്ങനെ ലൂപ്പിൽ കറങ്ങും. ബിക്കോസ് ഫസ്റ്റ് പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലാണ്. സോ ഇനി വേറെ ആർക്കും കയറാൻ പറ്റില്ല. ബാക്കി എല്ലാ പ്രോസസ്സും എന്താണ്, ഇൻഡെഫിനിറ്റ് ലൂപ്പിലാണ് ഉണ്ടാവുക. ഇൻഡെഫിനിറ്റ് ലൂപ്പിൽ കറങ്ങും. P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ലോക്കിന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, 0 ആക്കി കഴിഞ്ഞാൽ ദ അതർ പ്രോസസ് ക്യാൻ കം ടു ക്രിട്ടിക്കൽ സെക്ഷൻ. ഇതാണ് കോഡ്. സെയിം ലോജിക് ആണ്, ബട്ട് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കുറച്ച് ഡിഫറൻസ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെസ്റ്റ് ആൻഡ് സെറ്റ് ആൻഡ് കമ്പയർ ആൻഡ് സ്വാപ്പ്. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് പാസ് ചെയ്ത ലോക്കിന്റെ വാല്യൂ എന്താണ് കണ്ടോ, കമ്പയർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക ടെമ്പ് വാല്യൂ ആ. ടെമ്പിന്റെ വാല്യൂ നിങ്ങൾ ഓൾറെഡി ഈ വന്ന വാല്യൂ തന്നെ ടെമ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരു ചേഞ്ചും വരൂല, അത് തന്നെ റിട്ടേൺ ചെയ്യുള്ളൂ. ബട്ട് എവിടെയാ ചേഞ്ച് വരുന്നത്, ലോക്കിന് എവിടെ മാറ്റും അവര്. കണ്ടോ, ഈ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് ലോക്കിന്റെ വാല്യൂ റിട്ടേൺ വാല്യൂ എന്താണ്, ലോക്കിന്റെ വാല്യൂ എന്താണോ അത് തന്നെ റിട്ടേൺ ആവുള്ളൂ. സോ നിങ്ങളിപ്പം ലോക്കിന്റെ വാല്യൂ 0 ആണ് പാസ് ചെയ്തതെങ്കിൽ റിട്ടേൺ വാല്യൂ 0 തന്നെ ആയിരിക്കും. ബട്ട് ലോക്ക് എന്തായിട്ടുണ്ടാവും, 1 ആയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഡിഫറൻസ്. അതാണ് ആ കോഡ് ചെയ്യുന്നത്. ലോക്ക് 1 ആക്കിയിട്ടുണ്ടാവും ഉള്ളിൽ കൂടെ. ഓക്കെ, അപ്പോ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ലോക്കിന്റെ വാല്യൂ 0 ആണ്. ഈ കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ 0 ആയിട്ട് കിട്ടും. ദേ ക്യാൻ എൻ്റർ. അതേ ടൈമിൽ തന്നെ P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് ലോക്ക് 1 ആയിട്ടാണ് ഉണ്ടാവുക. സോ അവരെന്ത് ചെയ്യും, വൈൽ ലൂപ്പ് കടന്നിട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട് കറങ്ങും. ദേ കനോട്ട് എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ അണ്ടിൽ P1 ലീവ്സ് ഫ്രം ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഇതാണ് കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞ കേസ്. ക്ലിയർ ആണോ രണ്ട് ഇൻസ്ട്രക്ഷനും? ടെസ്റ്റ് ആൻഡ് സെറ്റ് ആൻഡ് കമ്പയർ ആൻഡ് സ്വാപ്പ് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഇതിന്റെ കോഡ് ഇന്ന് തന്നെ വർക്ക് ചെയ്യുക, ഇന്ന് തന്നെ മനസ്സിരുത്തി വായിക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹാർഡ്വെയർ ലെവലിൽ നമ്മൾ കൊടുക്കുന്ന
രണ്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ആൻഡ് കമ്പയർ ആൻഡ് സ്വാപ്പ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? കോഡ് എന്തായാലും നോക്കിയിട്ട് PPT തന്നെ കോഡ് ഉണ്ടാവും, ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. ഈ ഒരു കോഡ് സ്മോൾ കോഡ്സ് മാത്രമേ വേണ്ടുള്ളൂ, വേറെ ഒരു പ്രോഗ്രാംസ് ഒന്നുമില്ല. ജസ്റ്റ് യു ഹാവ് ടു റൈറ്റ് എന്താണ് കമ്പയർ ആൻഡ് സ്വാപ്പ്, വാട്ട് ഇസ് ദ കോഡ്, കോഡ് എങ്ങനെ എഴുതണം, ഇതാണ് ഒരു പ്രോസസ്സിന്റെ കോഡ് വരിക, എന്താണ് കമ്പയർ ആൻഡ് സ്വാപ്പ്, ഇതാണ് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഈ രണ്ട് കോഡ്സ് ആണ് എഴുതേണ്ടത് കമ്പയർ ആൻഡ് സ്വാപ്പിൽ. ഇറ്റ് ആക്സെപ്റ്റ്സ് 3 ഡാറ്റ. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലി പാസ് ചെയ്ത ഡാറ്റനെ ടെമ്പിൽ വെക്കും, അത് തന്നെയാണ് റിട്ടേൺ ചെയ്യുക. ബട്ട് ഇൻ ബിറ്റ്വീൻ ലോക്ക് എന്താക്കി സെറ്റ് ചെയ്യും? ട്രൂ ആക്കി സെറ്റ് ചെയ്യും ബൈ ദിസ് കമ്പാരിസൺ. ക്ലിയർ? റാസി, രോഹിത്, അരുൺദത്ത്, അർപ്പിത്, അഞ്ജിത, അനൈന, അഭിനവ്, സാലി, ഋതിക്, സഫീൽ, ക്ലിയർ ആണോ? കമ്പയർ ആൻഡ് സ്വാപ്പ്. ക്ലിയർ ആണോ? നിവേദ്യ, അനുപമ, ആരോമൽ, വൈഷ്ണവി, വിഷ്ണു. ഓക്കെ, കോൺസെപ്റ്റ് സെയിം ആണ്. ജസ്റ്റ് ഒരു പ്രോസസ്സ് കയറുന്നു, ലോക്ക് 1 ആക്കുന്നു, ആൻഡ് വെൻ ദേ ലീവ് ലോക്ക് 0 ആക്കും. പക്ഷെ അതിന്റെ കോഡ്, ആ കോഡ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഡെഫിനിഷൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്, വൈൽ ലൂപ്പിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ക്ലിയർ? സോ ദീസ് ഓൾ കോഡ്സ് സപ്പോർട്ട്സ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സപ്പോർട്ട് ചെയ്യും, പ്രോഗ്രസും ബൗണ്ടഡ് വെയിറ്റിംഗ്. ഇതാണ് നമ്മൾ 3 കണ്ടീഷൻസ് പറഞ്ഞത്, ക്രിട്ടിക്കൽ സെക്ഷന്റെ 3 കണ്ടീഷൻസ്. ആ 3 കണ്ടീഷൻസും ഫോളോ ചെയ്യും. ടെസ്റ്റ് ആൻഡ് ലൂപ്പും ചെയ്യും, കമ്പയർ ആൻഡ് സ്വാപ്പും ചെയ്യും. ഓക്കെ, ഓക്കെ, ഇതാണ് കമ്പയർ ആൻഡ് സ്വാപ്പ് ആൻഡ് ടെസ്റ്റ് ആൻഡ് സെറ്റ്. സോ ഇതുപോലെ ടെസ്റ്റ് ആൻഡ് സെറ്റ് ബൗണ്ടഡ് വെയിറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇതാണ് കോഡ്, ബൗണ്ടഡ് വെയിറ്റിംഗിന്റെ കോഡ്. ജസ്റ്റ് ഒന്നുമില്ല, കോഡ് മോഡിഫൈ ചെയ്യും. നിങ്ങൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും, ബൗണ്ടഡ് വെയിറ്റിംഗ് കൂടെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് കോഡിന് കുറച്ച് ചേഞ്ച് വരും. ഓക്കെ, ആ കോഡിന് ചേഞ്ച് വരാൻ കാരണം കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്യും, 1-2 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പറയുക ബൗണ്ടഡ് വെയിറ്റിംഗ്. ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് എല്ലാ പ്രോസസ്സിനും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണം എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു വെയിറ്റ് ഫോർ എ ഫിക്സഡ് ടൈം. ഇൻഡെഫിനിറ്റ് വെയിറ്റിംഗ് പാടില്ല. ഒരു ഫിക്സഡ് ടൈം അവർക്ക് എന്ത് ചെയ്യാം? വെയിറ്റിംഗ് കൊടുക്കാം. ആൻഡ് എല്ലാവർക്കും എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻട്രി കൊടുക്കണം. ബട്ട് ഒരാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടാവുമ്പോൾ നോ അതർ പ്രോസസ് ഷുഡ് എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അതാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇഫ് എ പ്രോസസ് എൻറ്റേഴ്സ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ, നോ അതർ പ്രോസസ് ഷുഡ് എൻ്റർ. ഓക്കെ, അപ്പോൾ അതിന് ബൗണ്ടഡ് വെയിറ്റിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫിക്സഡ് ടൈം വെയിറ്റിംഗ് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഡാറ്റ സ്ട്രക്ചേഴ്സ് കൊടുക്കും. ഓക്കെ, 2 ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വെയിറ്റിംഗും കീയും, വെയിറ്റിംഗ് ആൻഡ് കീ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡാറ്റ സ്ട്രക്ചർ കൊടുക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ബൗണ്ടഡ് വെയിറ്റിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യും, വൈൽ അവരുടെ വെയിറ്റിംഗ് നോക്കും. ഇപ്പം ഒരു ഐ എന്ന് പറഞ്ഞ പ്രോസസ് ആണ് കയറുന്നെങ്കിൽ വെയിറ്റിംഗ് ഓഫ് ഐ ട്രൂ ആക്കി സെറ്റ് ചെയ്യും, കീ എന്താക്കും? ട്രൂ ആക്കും. ഓക്കെ, എന്നിട്ട് വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യും. വൈൽ ലൂപ്പിൽ എന്താണ്? വെയിറ്റിംഗ് ഓഫ് ഐ ട്രൂ ആണോ നോക്കും, ട്രൂ ആണ്. കീയുടെ വാല്യൂ ചെക്ക് ചെയ്യും, കീയും ട്രൂ ആണ്. ആണെങ്കിൽ കീ ഈക്വൽ ടു ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്ക് ചെയ്യും. ഓക്കെ, കീ ഈക്വൽ ടു എന്താക്കി? കീയുടെ വാല്യൂ മാറ്റും. കീയുടെ വാല്യൂ എന്ത് ചെയ്യും? ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷനെ കോൾ ചെയ്യും, ലോക്ക് പാസ് ചെയ്യും. ലോക്ക് ഇനീഷ്യലി 0 ആണ്. ഇനീഷ്യലി 0 ആണെങ്കിൽ ടെസ്റ്റ് ആൻഡ് സെറ്റ് പോയി കഴിഞ്ഞാൽ ലോക്കിന്റെ വാല്യൂ എന്തായിട്ട് വരും? 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുവാണെങ്കിൽ 1 ആക്കി സെറ്റ് ചെയ്യും. സോ കീയുടെ വാല്യൂ ഫോൾസ് ആവും. അതുപോലെ വെയിറ്റിംഗ് ഓഫ് ഐ. ഓക്കെ, വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോസസ്സ് വെയിറ്റിംഗ് ആണോ എന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറുവാണെങ്കിൽ അവരുടെ കീയും ഫോൾസ് ആക്കുക, വെയിറ്റിംഗും എന്താക്കുക? ഫോൾസ് ആക്കുക. കാരണം ഇനി അവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അവർക്ക് ലോക്ക് കിട്ടിയെങ്കിൽ, ലോക്ക് 0 ആയിട്ട് കിട്ടിയെങ്കിൽ എന്ത് ചെയ്യാം? ആ പ്രോസസ്സിന് എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറാം. അപ്പോൾ വെയിറ്റിംഗിന്റെ ആവശ്യമില്ല. ദാറ്റ് പ്രോസസ് വെയിറ്റിംഗ്
എന്താക്കി വെക്കാം, 0 ആക്കി വെക്കാം, കീയും 0 ആക്കി വെക്കാം. എന്നിട്ട് ദേ ക്യാൻ പെർഫോം ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, എന്നിട്ട് അവർക്ക് ലീവ് ചെയ്യണം. ഓക്കെ, ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേറെ കുറെ പ്രോസസ്സ് വെയിറ്റിംഗ് ആയിരിക്കും, ഒരു ക്യൂല് വെയിറ്റിംഗ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ലീവ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, ലോക്ക് ഫോൾസ് ആക്കി വെക്കണം. ഓക്കെ, ലോക്ക് ഫോൾസ് ആക്കി വെക്കണം. അതിന്റെ കൂടെ ആ ക്യൂല്, റെഡി ക്യൂല് കുറെ ആളുണ്ടാവും ക്രിട്ടിക്കൽ സെക്ഷനിൽ വെയിറ്റ് ചെയ്യണം. സോ ക്യൂലുള്ള നെക്സ്റ്റ് ആൾക്ക് എന്ത് കൊടുക്കാം, ലോക്ക് കൊടുക്കാം. ഓക്കെ, അതാണ് ആ ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം റെഡി ക്യൂ ഉണ്ടാവും, ആ റെഡി ക്യൂല് കുറെ പേര് വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഐ എന്ന് പറഞ്ഞ പ്രോസസ് ആണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉള്ളതെങ്കിൽ ഐ കഴിഞ്ഞ നെക്സ്റ്റ് ജെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർ ചെക്ക് ചെയ്യും നെക്സ്റ്റ് ആരെങ്കിലും വെയിറ്റിംഗ് ആണോ ചെക്ക് ചെയ്യും. അതാണ് ചെയ്യുന്നത്. വെയിറ്റിംഗ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ലോക്ക് കൊടുക്കാം. ഓക്കെ, ലോക്ക് കൊടുത്തിട്ട് അടുത്ത പ്രോസസ്സ് എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ഓക്കെ, ആരാണോ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്നത് ആ സമയത്ത് അവരുടെ വെയിറ്റിംഗ് എന്തായിരിക്കണം, ഫോൾസ് ആയിരിക്കണം. കാരണം എന്താ, ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ അവരുടെ കീ എന്തായിരിക്കണം, ഫോൾസ് ആക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, കീ ഫോൾസ് ആക്കി സെറ്റ് ചെയ്യാനാണ് നമ്മൾ ടെസ്റ്റ് ആൻഡ് സെറ്റിനെ വിളിക്കുന്നത്. ഓക്കെ, കീ ഫോൾസ് ആക്കും ആൻഡ് ലോക്ക് വിൽ ബി 1. കാരണം ഒരാൾ കയറാൻ പോവാണ്. സോ അവരെന്ത് ചെയ്യും, കീയുടെ വാല്യൂ ഫോൾസ് ആക്കും, ലോക്ക് വാല്യൂ എന്താക്കി സെറ്റ് ചെയ്യും, 1 ലോക്ക് ചെയ്ത് കളയും ക്രിട്ടിക്കൽ സെക്ഷന്. ഓക്കെ, ലാസ്റ്റ് ലോക്ക് അവർ റിലീസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അടുത്ത വെയിറ്റ് ചെയ്ത പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനെ കൊടുക്കും. സോ അത് ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു കോഡ്. അവിടെ ഫുൾ ഡെപ്തിൽ പഠിക്കേണ്ട, ജസ്റ്റ് ഒരു 2 ഡാറ്റ സ്ട്രക്ചർ ഉണ്ടെന്ന് പഠിക്കുക, ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം പഠിക്കുക. ആൻഡ് ദിസ് ഈസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൗണ്ടഡ് വെയിറ്റിംഗ്. ഇങ്ങനെയാണ് ബൗണ്ടഡ് വെയിറ്റിംഗ് കൊടുക്കുന്നത്. വെയിറ്റിംഗ്, കീ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണ്ട, ബട്ട് യു ഹാവ് ടു സ്റ്റഡി ദിസ് കോഡ്. ഓക്കെ, ബൗണ്ടഡ് വെയിറ്റിംഗും എല്ലാം കൊടുക്കും. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ത് ചെയ്യും, കോഡ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ റെഡി ക്യൂനെയും കൂടെ നോക്കി എത്ര പ്രോസസ്സ് റെഡി ക്യൂൽ ഉണ്ടോ അവിടെ മുഴുവൻ ഇങ്ങനെ കമ്പയർ ചെയ്യണം. ആരാണ് നെക്സ്റ്റ് നോക്കുക, അവർക്ക് എന്ത് ചെയ്യാം, ലോക്കിനെ കൊടുക്കാം. ഒരാൾ എന്ത് ചെയ്യുക, അവരുടെ വെയിറ്റിംഗും കീയും ഒക്കെ ട്രൂ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, കീനെ ഫോൾസ് ആക്കുക, വെയിറ്റിംഗും ഫോൾസ് ആക്കുക, എന്നിട്ട് മാത്രം ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ലോക്ക് പിന്നെ എന്ത് ചെയ്യുക, 0 ആക്കി സെറ്റ് ചെയ്യുക ആൻഡ് ഗിവ് ദ റെഡി ക്യൂ. സോ ഇതാണ് ബൗണ്ടഡ് വെയിറ്റിംഗ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് വെയിറ്റിംഗും കീയും ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി, ഇൻ ഡെപ്തിൽ പഠിക്കണമെന്നില്ല. ഓക്കെ, ദിസ് ഇസ് ദ കോഡ് ഫോർ ബൗണ്ടഡ് വെയിറ്റിംഗ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ വിത്ത് ടെസ്റ്റ് ആൻഡ് സെറ്റ്. ഓക്കെ, ബേസ് ആയിട്ട് അത് അറിഞ്ഞാൽ മതി. ക്ലിയർ? ഓക്കെ, അപ്പോൾ പോയിട്ട് നന്നായിട്ട് ഈ ഒരു ടോപ്പിക് എന്തായാലും നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. ഇഫ് യു ആർ ഫേസിങ് എനി ഡിഫിക്കൽട്ടി ഇൻ കോഡ്, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട് ആയിട്ട് ചോദിക്കുക, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, ക്ലിയർ? ആശിഷ്, അഭിനവ്, തുളസി, അനൈന, ലിയാന, റാസി, ഋതിക്, സെവിൻ. ഓക്കെ, എന്തായാലും പോയിട്ട് നോക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവും കോഡിൽ. 2 സെറ്റ് ഇൻസ്ട്രക്ഷനെ പഠിപ്പിച്ചിട്ടുള്ളൂ. ദാറ്റ് യു ഹാവ് ടു ലുക്ക് ദ കോഡ്. കോഡ് എഴുതിയിട്ട് വേണം എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. സോ യു ഹാവ് ടു ചെക്ക് ഇറ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, സോ അറ്റൻഡൻസ്: ആശിഷ്, അഭിനവ്, അഭിഷേക്. പ്രസന്റ് മിസ്. അഭിനവ് ആബ്സെന്റ് ആണോ? മിസ് അഭിനവ പ്രസന്റ് പറഞ്ഞു. ഓക്കെ ഓക്കെ, അഭിഷേക് ഓക്കെ, ആദിത്യ, ഐശ്വര്യ, അഖിൽ, സി വി, അഖിൽ കെ, അമൽ, അമിന, അനൈന, അനിരുദ്ധ്, ആബ്സെന്റ്, അഞ്ജിത, ഓക്കെ, അനുജ, അനുപമ, ആരോമൽ, അർപ്പിത്, അരുൺദത്ത്, അശ്വിൻ, ഫസ്ന, ഫാത്തിമ റംഷാദ, ഹൃദുൽ, ആബ്സെന്റ്, ജരീഷ്, ഖദീജ ഷിറിൻ, ഓക്കെ, ഹൃദുൽ, ഖദീജ ആബ്സെന്റ്, ലിഖിത്,
Mariam Liana, Mithun, Nasif, Rasi, okay, Minhaj, Nihal, okay, Shafiq, Sali, Nabil, Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Rishwan, Ritik, Rohit, Safil, Sankirtana, Sarang, Sejal, Sevin, Shabin, Sishaj, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish, Amal. Present. Okay. So absent is Anirudh and Khadija. Okay, thank you. Khadija, you were there? Miss.